ശരിയാടാ, ദാ ഇവിടെ ഉണ്ടടാ കാൽപാദം. വയനാട്ടിൽ വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദാ ഈ ഒരു ടൈം കണ്ടോ. ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ലാസ്റ്റ് തൊട്ട് ഒക്ടോബർ ലാസ്റ്റ് തൊട്ട് ഏകദേശം ജനുവരി കഴിയുന്നവരെ ഇങ്ങനത്തെ വ്യൂ കിട്ടും വയനാട്ടിൽ. നല്ല അടിപൊളി ക്ലൗഡ് ബെട്ട്, കിഡിലൻ വ്യൂ. ഇപ്പോൾ ഏത് മലേൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വ്യൂ കിട്ടും. വയനാട്ടിലെ അമ്പലവയലിനടുത്തുള്ള മഞ്ഞപ്പാറയാണ് സ്പോട്ട്. നവംബർ ഡിസംബർ മാസങ്ങളിൽ വയനാട്ടിൽ വന്നിട്ട് മല കയറി ഏറ്റവും അടിപൊളിയായിട്ട് ക്ലൗഡ് ബെട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം. രാവിലെ ഒരു 5:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് പോയി ഇതാ ഇവനെ കൂട്ടി. ഇവൻ്റെ ജീപ്പിലാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകാം. പോകുന്ന വഴിക്കൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലൗഡ് ബെഡ് കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാർ ഇങ്ങോട്ട് കയറാൻ അത്യാവശ്യം പണിയാണ് കേട്ടോ, അടി തട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഇവിടെ എത്തിയപ്പോൾ ഉള്ള വ്യൂ. മലേൻ്റെ അപ്പുറ സൈഡിൽ മഞ്ഞ് വന്നിങ്ങനെ അടിഞ്ഞുകൂടി കടൽ പോലെ കിടക്കുന്നുണ്ട്. നമ്മൾ ജീപ്പും കൊണ്ട് മലേൻ്റെ ഏറ്റവും അടിയിൽ വരെ പോയി. മലേൻ്റെ മുകളിൽ കയറാണ്ട് തന്നെ ദാ ഈ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വയനാട്ടിൽ വന്നിട്ട് ഏറ്റവും ഈസി ആയിട്ട് ക്ലൗഡ് ബെഡ് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണിത്. ഒട്ടും എഫേർട്ട് എടുക്കാണ്ട് നേരെ വണ്ടിയും കൊണ്ട് നമുക്ക് ഇവിടെ വരെ വന്നിട്ട് ദാ ഈ ഒരു വ്യൂ കിട്ടും. മല കയറാണ്ട് എനിക്ക് തോന്നുന്നു ഇതേപോലെ സൂപ്പർ വ്യൂ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ വയനാട്ടിൽ വന്നിട്ട് നല്ല അടിപൊളി ക്ലൗഡ് ബെഡ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു ടൈം ചൂസ് ചെയ്യാം. നവംബർ സ്റ്റാർട്ടിങ്, ഒക്ടോബറിൻ്റെ ലാസ്റ്റ് തൊട്ട് ഏകദേശം ജനുവരി കഴിയുന്നവരെ ഇതേപോലത്തെ വ്യൂ. അത് പ്രത്യേകിച്ച് നമ്മുടെ ഏതെങ്കിലും പാറേൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ, ഈ അമ്പലവയൽ ഭാഗത്ത് ഇഷ്ടം പോലെ പാറയുണ്ട്, ഏത് പാറേൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലും ഇതേപോലത്തെ അടിപൊളി വ്യൂ കിട്ടും നമുക്ക്. പലരും നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട് അവരേതെങ്കിലും മലേൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറിയിട്ട് ക്ലൗഡ് ബെഡ് കാണാൻ പറ്റിയിട്ടില്ലെന്ന്. ഇത് ശരിക്ക് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേ ദിവസം സ്കൈ നോക്കും. നല്ല ക്ലിയർ സ്കൈ ആണോ, തണുപ്പുണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കും. നല്ല നക്ഷത്രങ്ങളൊക്കെ കാണുന്നുണ്ട്, നല്ല ക്ലിയർ സ്കൈ ആണ്, നല്ല തണുപ്പുണ്ടെങ്കിൽ ക്ലൗഡ് ബെഡ് നെക്സ്റ്റ് ഡേ കിട്ടാൻ നല്ല ചാൻസ് കൂടുതലാണ്. മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ ക്ലൗഡ് ബെഡ് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇതൊക്കെ നോക്കി പോയിട്ടും ക്ലൗഡ് ബെഡ് കിട്ടാത്ത കുറേ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളെങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ അത് ഞങ്ങൾക്കും കുറേ കൂടെ ഉപകാരമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല, അസാധ്യ വ്യൂ ആണ് ഇവിടുന്ന്. താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മേഘങ്ങൾ പത പോലെ വന്ന് അടിഞ്ഞു കിടക്കുന്ന പോലെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. ഈ ഒരു ഭാഗം മൊത്തം അങ്ങനെയാണ്. നമ്മൾ വന്നപ്പം ശ്രദ്ധിച്ചായിരുന്നോ, നമുക്ക് മോൾ ഭാഗം കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ വീടും മരങ്ങളും അതെല്ലാം ഉള്ളത്. അപ്പം ഇതാണ് ലാസ്റ്റ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാലുള്ള വ്യൂ. കടൽ പോലെ കിടക്കുകയാണ് ഇങ്ങനെ, കണ്ടില്ലേ. ഇതിൻ്റെ കുറച്ച് ഡ്രോൺ ഷൂട്ട് കാണിച്ചു തരാം. വയനാട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്തുള്ള ആൾക്കാരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ല ലോക്കലൈറ്റ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാറയാണിത്. കാരണം അങ്ങോട്ട് ഈസി ആയിട്ട് വരാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ട്രെക്കിംഗ് ഉണ്ട് കയറാൻ വേണ്ടി.
ഇതിനെ നമുക്ക് താഴെ വരാം, വണ്ടിയും കൊണ്ട് വരാം, എന്നിട്ട് നേരെ കയറാം. അത് കാരണം പെട്ടെന്ന് കയറാനും പറ്റും, ഇതേപോലത്തെ അടിപൊളി വ്യൂവും കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ആയിരിക്കും ഞായറാഴ്ചയൊക്കെ ഏറ്റവും തിരക്കുണ്ടാവുക. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കണ്ട ഒരു സംഭവമാണ് ഒരു കാൽപാദം ഇതേപോലെ കൊത്തി വെച്ചിരിക്കുന്നത്. ഇനി ഇത് കണ്ടിട്ട് ഇത് ദൈവത്തിൻ്റെ കാൽപ്പാടാന്ന് പറഞ്ഞാൽ ആരും വരണ്ട. ഇത് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ സിജു വിൽസൻ്റെ ഒരു പടത്തിനു വേണ്ടി കൊത്തിയുണ്ടാക്കി വെച്ചതാണ് ഇവിടെ. ഞാൻ ഇതിൻ്റെ ഒരു റീൽ ഇൻസ്റ്റാഗ്രാമിലിട്ടിട്ട് അതിൻ്റെ കമൻറ്റ് വായിച്ചിട്ട് എൻ്റെ കിളി പോയി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് പടത്തിന് വേണ്ടി കൊത്തിയുണ്ടാക്കിയ സംഭവമാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ വയനാട്ടിൽ വരുമ്പം ഈ ഒരു സ്പോട്ട് മറക്കണ്ട, അമ്പലവേലിനടുത്തുള്ള മഞ്ഞപ്പാറ.